നമസ്കാരം. ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സിയിലെ ഭഗവാൻ സ്വാമിനാരായൺ അക്ഷർധാം. അവിടെയാണ് ഞാനും മധു കൊട്ടാരക്കരയും ഈ അതിമനോഹരമായ സായം സന്ധ്യയിൽ നിൽക്കുന്നത്. ഈ അമ്പലം ഒരുപക്ഷെ ലോകത്ത് ഇന്ത്യക്ക് പുറത്ത് ഇത്രയധികം തൊഴിലാളികൾ പങ്കെടുത്ത, പിന്നെ അവർ വോളണ്ടിയേഴ്സ് എന്നാണ് പറയുന്നത്, ഏതാണ്ട് 8500ഓളം പേർ പണിതെടുത്ത ഒരു മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് വന്നത്, കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് വന്നത്. തന്നെയല്ല, നമ്മൾ ഈ കൊത്തുപണികളെല്ലാം കാണുമ്പം അത് ആ ഒരു ഇന്ത്യയുടെ ഒരു അതേ ഒരു തനിമയും പൈതൃകവും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് അമേരിക്കക്കാരെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. കാരണം ഇത്തരം ഒരു കൺസ്ട്രക്ഷൻ അവർ കണ്ടിട്ടേ ഇല്ല. അമേരിക്കയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കത്തില്ല ഇത്ര വലിയ രീതിയിൽ. നമ്മുടെ മറ്റമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് ഏകദേശം എത്ര വർഷം കൊണ്ടാണ് പണിത്? ഇതൊരു 12 വർഷം, ഒരു വ്യാഴവട്ടം എടുത്ത് പണിതാണ്. മാത്രമല്ല, ഇതൊരു ക്ഷേത്രം എന്നതിലുപരി ഇന്ത്യൻ വാസ്തുശില്പകലയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഒക്കെ ഒരു സമോന്നത രൂപം എന്ന് നമുക്ക് പറയാം, അല്ലേ? അതെ. തന്നെയല്ല, ഇതിപ്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഒക്ടോബർ 8-നായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയായിരുന്നു അവരത് മാറ്റിവെച്ച് ഇത് കാത്തിരുന്നത്. പക്ഷേ ജൂണിൽ ജോ ബൈഡൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം സ്റ്റേറ്റ് ഡിന്നറിന് വേണ്ടി മോദി എത്തിയതോടുകൂടിയാണ് ഈ പരിപാടികളിൽ മാറ്റം വരികയും പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്തത്. പക്ഷേ നമുക്ക് കാണാൻ ആൾക്കാർ ഇങ്ങനെ ഒഴുകുകയാണ്. തന്നെയല്ല, ഇത് അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാർക്ക് കൂടുതൽ സ്വാധീനവും ഒക്കെയുള്ള ഒരു നഗരം കൂടിയാണ് റോബിൻസ്വിൽ എന്നാണ് പറയുന്നത്. അവർക്ക് തന്നെ വലിയൊരു അത്ഭുതമാണ് അവരുടെ ഒരു നാട്ടിൽ പെട്ടെന്ന് ഇത്രയധികം ഉയരമുള്ള ഒരു അമ്പലം. അത് വളരെ ദൂരെ നമുക്കിത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് നമ്മൾ ഈ കാണുന്ന പല സാധനങ്ങളും, ഈ കൊത്തുപണികളെല്ലാം നാട്ടിൽ നിന്ന് കപ്പൽ മാർഗം ഇവിടെ കൊണ്ടെത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലതാമസം എടുത്തത്. തന്നെയല്ല, ഈ നാട്ടിൽ ഇത് പണിതെടുത്ത സാധനങ്ങളെല്ലാം ഇവിടെ പിടിപ്പിക്കാൻ മറ്റ് തൊഴിലാളികൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ നാട്ടിൽ നിന്ന് പുറത്തു വന്ന് ഒരു അമ്പലം പണിത. അത് തന്നെ ചിലപ്പം ഒരു റെക്കോർഡായിരിക്കാം. പക്ഷെ ലോകമെമ്പാടും നിന്നുള്ള തൊഴിലാളികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തൊഴിലാളികൾ. എനിക്ക് തോന്നുന്നു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പല മേഖലകളിലും ഈ വടക്കേ അമേരിക്കയുടെ ഒരു സംഭാവന വലുതാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലും വടക്കേ അമേരിക്കക്കാരും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള. മാത്രമല്ല, നമുക്ക് ഈ 4 വേദങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകൾ ഈ അമ്പലത്തിന്റെ പല ഭാഗത്തും കാണാം. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദ. 4 വേദങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെ. അതുമാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് സാക്ഷാൽ മാർട്ടിൻ ലൂതർ കിങ്ങും അതുപോലെ എബ്രഹാം ലിങ്കൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഈ ലോക നേതാക്കളെ തന്നെയല്ല, അമേരിക്കയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച വീരപുരുഷന്മാരാണ്. അവരെയൊക്കെ ഈ അമ്പലത്തിൻ്റെ ചുവരുകളിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു ഇന്ത്യ എന്താണെന്നൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ക്ഷേത്രം കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്. തന്നെയല്ല, ഇത് എല്ലാ ആൾക്കാർക്കും ഇവിടെ വരാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്ര വിശാലമായ ഒരു ഭൂമിയിൽ, അതായത് 267 ഏക്കറോളമാണ് ഇത് പരന്ന് കിടക്കുന്നത്. അത് ന്യൂജേഴ്സിയുടെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം റോബിൻസ്വില്ലിൽ നിന്ന് അധികം ദൂരമില്ല ഇതിൻ്റെ തലസ്ഥാനമായ ട്രെൻറ്റണിലേക്ക്. തന്നെയല്ല, ന്യൂജേഴ്സിയിലെ ഏറ്റവും തിരക്കേറിയ ലോകത്തെ എയർപോർട്ടുകളിലൊന്നായ ന്യൂയോർക്ക് എയർപോർട്ടും ഏതാണ്ട് 1 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ന്യൂയോർക്ക് നഗരവും അധികം ദൂരമല്ല, ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ന്യൂയോർക്ക് നഗരത്തിലും എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറും. തന്നെയല്ല, ന്യൂജേഴ്സിയിൽ ഇത്ര വലിയ ഇങ്ങനെ നമുക്ക് നമ്മുടെ താജ്മഹൽ പോലെ ഒക്കെ ആൾക്കാരെ ആകർഷിക്കുന്ന മറ്റൊരു ബിൽഡിംഗ് ഉണ്ടോ എന്ന് സംശയം തന്നെ. നമ്മൾ ഈ ഓരോ രാജ്യത്തെയും നിയമനിർമ്മാണ സഭകളെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളിൽ ജോലി ചെയ്തിരുന്നവരെ, അതിനുവേണ്ടി
വർക്ക് ചെയ്തവരെ ഈ ഒരു ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നു. അതല്ലേ ഈ പറയുന്ന എബ്രഹാം ലിങ്കണെയും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നതിന് പിന്നിലുള്ള സത്യം? തീർച്ചയായിട്ടും. തന്നെയല്ല, ഇതിന്റെ ഈ ഓരോ രാജ്യങ്ങളുടെയും ടൗൺഷിപ്പിന്റെ കോഡുകളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം ഇതിന്റെ നിർമ്മാണം അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല. കാരണം ഈ ടൗൺഷിപ്പിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന റിക്വയർമെന്റും നമ്മളുടെ ഒരു അമ്പലം അതുപോലെ ഇവിടെ കൊണ്ടുവരുമ്പോഴും ഉള്ള ആ കോഡ് റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കാണും. അതുകൊണ്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്തും ഇത് ടൗൺഷിപ്പിനെ കൊണ്ട് ഇതിന്റെ പ്ലാനൊക്കെ അപ്രൂവ് ചെയ്യിപ്പിച്ചെടുത്ത അതിൻ്റെ നമ്മൾ ശരിക്കും അത് സമ്മതിച്ചു കൊടുക്കണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെ ആയിരുന്നാലും, ആ എഞ്ചിനീയേഴ്സ് ആയാലും അവരുടെ ബുദ്ധിയും എല്ലാം ഈ ഒരു അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഇത് മുഴുവൻ ഒന്ന് കവർ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണം. അത് ഓരോ ബിൽഡിങ്ങും ഓരോ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഡച്ച് കൊട്ടാരത്തിലെ ഓരോ ടൈലുകളും ഓരോ കൊത്തുപണിയും ഓരോ രീതിയിലാണ് നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഓരോ ബിൽഡിങ്ങുകൾക്കും ഓരോ വ്യത്യസ്ത ശൈലിയാണുള്ളത്. അതേസമയം അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് ഭാരതീയ വാസ്തുശില്പകലയാണ്. കൃഷ്ണ, ഇത്ര നല്ല മനോഹരമായ ഒരു അമ്പലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ, ഇത്രയും മനോഹരമായ, ഇത്രയും ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഒരു അമ്പലം. അങ്ങനെ ഒരു അമ്പലം കാണാൻ വേണ്ടി അമേരിക്ക എത്തേണ്ടി വന്നു. അപ്പൊ തീർച്ചയായിട്ടും വന്നത് ഒരു നല്ല കാര്യമായി. എനിക്ക് തോന്നുന്നു ഈ അമേരിക്ക ഇന്ത്യ ബന്ധം ഓരോ ദിവസം കഴിയുന്തോറും അടുത്തടുത്തടുത്ത് വരിക. ഒരു കാലത്ത് ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം അമേരിക്ക ആഗ്രഹിച്ചിരുന്നില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ കൂടുതൽ അടുപ്പമൊക്കെ അവിടെ നിന്ന് മാറി 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 വരിക. അത് ഭരണാധിപന്മാർ മാറിക്കോട്ടെ, ഡൊണാൾഡ് ട്രംപ് മാറിക്കോ, ജോ ബൈഡൻ വന്നപ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കുന്നു ഇന്ത്യയുമായിട്ട്. തന്നെയല്ല, ഇപ്പം നമ്മൾ കണ്ടതാണ് ഐക്യരാഷ്ട്രസഭയിൽ യോഗാ ദിനം. ഇന്ത്യ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിലായാലും അമേരിക്കയിലായാലും വലിയ ചലനങ്ങൾ. തന്നെയല്ല, അമേരിക്കയിലെ വലിയ കമ്പനികളുടെ എല്ലാം തലപ്പത്ത് ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യക്കാരെ വെച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗാണ് വൈറ്റ് ഹൗസിൽ പോലും കമലാ ഹാരിസും ജോ ബൈഡനുമായിട്ട് നരേന്ദ്രമോദി നടത്തിയതെന്നും ഓർക്കണം. അപ്പം ഇന്ത്യയുടെ ഇമേജ് മാറുകയാണ്. അപ്പം ഇവിടെയും ഈ ന്യൂജേഴ്സിയിലും ഈ ഒരു അമ്പലം കൊണ്ട് തന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമ്മുടെ താജ്മഹലൊക്കെ പോലെ തന്നെ മാറുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇത് ഒരു ക്ഷേത്രത്തിന് അപ്പുറമായിട്ട് അങ്ങനത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല, അമേരിക്കയുടെ ഒരു പ്രത്യേകത, ഇങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ സമാന രീതിയിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കും. അതുകൊണ്ട് ഇത്തരം ക്ഷേത്രങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഐക്യനാടുകളുടെ ഭൂപടത്തില് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായി എന്നും തലയെടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് വിട പറയാൻ സമയമായി. അതെ, 24 USA വേണ്ടി മധു കൊട്ടാരക്കര ആൻഡ് ക്രിസ്റ്റിന ചെറിയ സൈനിങ്.